മത്സരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉള്ളൂരിലെ വിമത സ്ഥാനാർത്ഥി കെ ശ്രീകണ്ഠൻ മാതൃഭൂമി ന്യൂസിനോട് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് CPM പുറത്താക്കിയത്. കടകംപള്ളി സുരേന്ദ്രൻ ബിസിനസ് താൽപര്യങ്ങൾക്ക് വേണ്ടി തന്നെ വഞ്ചിച്ചുവെന്നും ശ്രീകണ്ഠൻ. ഉള്ളൂരിൽ CPM ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ദേശാഭിമാനിയുടെ മുൻ തിരുവനന്തപുരം ബ്യൂറോ ചീഫും അതോടൊപ്പം തന്നെ പാർട്ടി അംഗവുമെല്ലാമായിരുന്ന കെ ശ്രീകണ്ഠൻ മത്സരരംഗത്തുണ്ട്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസാണ് ഈ കാണുന്നത്. ശ്രീകണ്ഠൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഈ മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടി പുറത്താക്കിയ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനി എങ്ങനെയാണ്, മത്സരിക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ വിജയിക്കും. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം. പാർട്ടി നടപടി തിരുത്തും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. വർഷങ്ങളായി ഉള്ളൊരു പാർട്ടി ബന്ധം അതിപ്പം ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതിനുള്ള വഴി എങ്ങനെയാ ഇടയായത്? എങ്ങനെയാണ്? അല്ല, എന്നെയാണ് നേരത്തെ ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് ഈ കാര്യം എന്നെ വിളിച്ച് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രചരണ രംഗത്തിറങ്ങുകയും 6 ദിവസം ഞാൻ സജീവമായി വോട്ടർമാരെ കാണുകയും ഒക്കെ ചെയ്തതാണ്. ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. 40 വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ദേശാഭിമാനി പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പാർട്ടി പ്രവർത്തകനാണ്. അങ്ങനെയുള്ള എന്നെ ഒരു കാരണവും കാണിക്കാതെ, എന്ത് നടപടിയാണെന്നോ ഒന്നും പറയാതെ, ഇതേ സംബന്ധിച്ച് പോലും ഒരു ചർച്ച നടത്താതെയാണ് എനിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. അത് പാർട്ടി തിരുത്തും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് പാർട്ടിയും ബാധിക്കില്ലേ? അല്ല, പാർട്ടിയെ ബാധിക്കുന്നില്ലല്ലോ. പാർട്ടിയിൽ ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാൾ വന്ന് ഈ വാർഡിലെ ഒരു 90% ആളുകളുമായിട്ടും ഒരു ബന്ധമില്ലാത്ത ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് സ്വാഭാവികമായിട്ട് അതിൽ പ്രതിഷേധം വരില്ലേ? അയാൾക്ക് എന്താണ് എന്നെക്കാൾ ക്വാളിറ്റി, എന്നെക്കാൾ യോഗ്യത കൂടുതലെന്ന് ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി. അങ്ങനെ ചോദ്യങ്ങൾ നേരിടാൻ പോലും പാർട്ടിക്ക് കഴിയുന്നില്ല. പാർട്ടി എന്നെക്കാൾ കൂടുതൽ എന്താണ് യോഗ്യത?